യേശു കോപമുള്ളവൻ ആയിരുന്നുവോ? യാതൊരു സാധ്യതയുമില്ല. അതെങ്ങനെ സാധ്യമാകും? എങ്ങനെയാണ് യേശുവിന് കുപിതനാവാൻ കഴിയുക? അദ്ദേഹം എല്ലായ്പ്പോഴും ശാന്തമായ മുഖഭാവത്തോടെ പ്രസന്നവദനായി ഇരിക്കേണ്ടവനല്ലേ? അങ്ങനെയുള്ള ഒരാൾക്ക് ദേഷ്യപ്പെടാൻ ആവുമോ? ഇല്ല എന്നാണുത്തരം. എന്നാൽ സംഭവിച്ചതെന്താണ്? ഒരിക്കൽ അദ്ദേഹം കുപിതനായിത്തീർന്നു. അങ്ങേയറ്റം ക്രൂദ്ധനായിത്തീർന്നു. കയറുകൊണ്ടുണ്ടാക്കിയ ഒരു ചമ്മട്ടിയുമേന്തി അദ്ദേഹം ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയും അതിനുള്ളിൽ നാണയവിനിമയം ചെയ്തവരെ ആക്രമിക്കുകയും ചെയ്തു. അദ്ദേഹം അത്രമാത്രം ഉഗ്രകോപത്തിലായിരുന്നു. നാണയ വ്യാപാരികളുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും അദ്ദേഹം ചവിട്ടി മറിച്ചിട്ടു. ആ പണമിടപാടുകാരെ അദ്ദേഹം കായികമായി തന്നെ ആക്രമിച്ചു. ഒറ്റക്കായിരുന്നിട്ട് പോലും അവരെ പിടിച്ചുവലിച്ച് പുറത്തേക്കിടുകയും ദേവാലയത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്തു. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ദേഷ്യമുള്ളവനായി തീരുമ്പോൾ അയാൾക്ക് കായികമായി വലിയ ശക്തി കൈവരും. അത് സ്വാഭാവികമാണ്. നിങ്ങൾ ദേഷ്യമുള്ളവനായി മാറിയാൽ നിങ്ങൾക്ക് ഒരു വലിയ പാറക്കഷണം നിഷ്പ്രയാസം വലിച്ചെറിയാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ നിങ്ങൾക്കത് ഇളക്കുവാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ദേഷ്യം ഊർജമാണ്, കേന്ദ്രീകരിക്കപ്പെട്ടതായ ഊർജമാണ്. യേശുവിൽ അത് സത്യത്തിന്റെ ഒരേ ദിശയിലേക്കുള്ള ഗാഢമായ ഒരു കേന്ദ്രീകരണമായി മാറി. യേശുവിന്റെ ജീവിതത്തിലെ അതിഗംഭീരമായ നിമിഷങ്ങളായിരുന്നു ആ ദേവാലയത്തിൽ കണ്ടത്. ശിവതാണ്ഡവം എന്നു വിശേഷിപ്പിക്കാനാവുന്ന അവിസ്മരണീയ നിമിഷങ്ങൾ. യഥാർത്ഥത്തിൽ എന്നെന്നും ആഘോഷിക്കപ്പെടേണ്ടതായ അപൂർവ നിമിഷങ്ങൾ. എന്നാൽ യേശുവിന്റെ ജീവിതത്തിലെ സവിശേഷമായ ഈ മുഹൂർത്തത്തെ പുരോഹിതന്മാർ മറച്ചുപിടിക്കുന്നു. ഈ കഥ അവർ ബോധപൂർവം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. യേശുവിനു ദേഷ്യം വരികയോ? ആരെങ്കിലും നിങ്ങളുടെ ഇടത്തെ കവിളത്ത് അടിച്ചാൽ ഉടൻ നിങ്ങളുടെ വലത്തെ കവിളു കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ആ മനുഷ്യനു ദേഷ്യം വരികയോ? ഇത് തികച്ചും ഒരു വൈരുദ്ധ്യമായി അവർക്ക് തോന്നിയിരിക്കണം. ആരെങ്കിലും നിങ്ങളുടെ വസ്ത്രം ചോദിച്ചാൽ പുതപ്പുകൂടി അവന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞവനായ ആ മനുഷ്യന് ദേഷ്യം വരികയോ? യേശുവിനെ സംബന്ധിച്ചിടത്തോളം അതവിടെ ഒട്ടും തന്നെ പൊരുത്തപ്പെടുന്നതായി അവർക്ക് തോന്നിയില്ല. അതിനാൽ പുരോഹിതന്മാർ ആ ഭാഗം മാത്രം പരാമർശിക്കാതെ മറച്ചുപിടിക്കുന്നു. എന്നാൽ യേശുവിനു കാരുണ്യവാനാകുവാനും കുപിതനാകുവാനും കഴിയുമായിരുന്നു എന്നതാണ് സത്യം. യേശുവിന് ക്ഷുഭിതനാകാം, ക്ഷോഭത്തെ അവന് പ്രയോജനപ്പെടുത്താം. നമുക്കാർക്കും അതിനായി എന്നു വരില്ല. നമ്മളെ ഒരുപക്ഷെ ക്ഷോഭം പ്രയോജനപ്പെടുത്തിയേക്കാം. എന്തെങ്കിലും ഒരു കാര്യം നല്ലതാണെന്നോ ഉപയോഗപ്പെടുത്തേണ്ടതാണെന്നോ യേശുവിനു തോന്നിയാൽ തക്ക സമയത്ത് അവനതിനെ പ്രയോജനപ്പെടുത്തുന്നു. അവനതിന് കഴിയും. കാരണം അവൻ അതിന്റെ യജമാനാണ്, ഭൃത്യനല്ല. സ്വയം കുപിതനാകാതെ തന്നെ യേശുവിനു കോപിഷ്ഠനാകുവാനും കഴിയും. അവൻ കോപിഷ്ഠനായി, കുപിതനായി, അക്രമാസക്തനായി. മഹാപുരോഹിതനായ കയ്യാഫായുടെ കുത്തകാവകാശത്തിന് കീഴിൽ ജെറുസലേം ദേവാലയം ഒരു കച്ചവട കേന്ദ്രമായി മാറിയിരുന്നു. ദേവാലയത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ വ്യാപാരമാണ് ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരുന്നത്. യേശുവിന്റെ ആക്രമണം കയ്യാഫായുടെ ആ വ്യാപാര കേന്ദ്രത്തിനെതിരെ ആയിരുന്നു. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റാൻ ഞാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം കൂടിയായപ്പോൾ ചിത്രം വ്യക്തമായി. തിരിച്ചൊരു വാക്കു പറയാൻ ഒരാൾ പോലും ധൈര്യപ്പെട്ടില്ല. ഞെട്ടലുണ്ടായത് മഹാപുരോഹിതനായ കയ്യാഫാക്കും അയാളുടെ കയ്യാളുകൾക്കുമാണ്. അയാളുടെ വ്യവസായ സാമ്രാജ്യത്തിന്റെ ആണിക്കല്ലിളക്കുന്ന ഒറ്റയാൾ വിപ്ലവമാണ് യേശു ആ ദേവാലയത്തിൽ അഴിച്ചുവിട്ടത്. കയ്യാഫായെ സംബന്ധിച്ചിടത്തോളം കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നു. ആലോചനകളും ഗൂഢാലോചനകളും രാപ്പകൽ നടന്നു. ഇനിമേൽ ജെറുസലേം ദേവാലയത്തിൽ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. അത് തീരുമാനമാണ്. അവനെ കൊല്ലണം. എന്നാൽ അതത്ര നിസ്സാര കാര്യമല്ല. യേശു അറിയപ്പെടുന്ന ഒരു എസ്സീനി റബ്ബിയാണ്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള വാഗ്മിയും മഹാപണ്ഡിതനുമാണ്. അങ്ങനെ ഒരാളെ പരസ്യമായി പിടികൂടിയാൽ ഒരുപക്ഷെ ജനം ഇളകിയേക്കാം. അതിനാൽ യേശുവിനെ പിടിക്കുന്നത് പട്ടണത്തിന് പുറത്തുവെച്ചായിരിക്കണം. അറസ്റ്റ് അതീവ രഹസ്യവുമായിരിക്കണം. അവനു ചുറ്റും അധികം ജനങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കണം അറസ്റ്റ്. പക്ഷേ അതെങ്ങനെ സാധ്യമാകും? അവൻ എപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. അവന്റെ നീക്കങ്ങൾ അവന്റെ ശിഷ്യന്മാർ മാത്രമേ അറിയാറുള്ളൂ. അപ്പോഴാണ് പുരോഹിത സദസ്സിൽ ഒരാൾ യേശുവിന്റെ ശിഷ്യനായ യൂദാസിനെ പരിചയമുണ്ടെന്ന് പറയുന്നത്. യൂദാസിനെ നേരിട്ടറിയാം.
അയാൾ തന്റെ നാട്ടുകാരനാണ്. യേശുവിന്റെ നീക്കങ്ങൾ യൂദാസിൽ നിന്നും അറിയാൻ കഴിയും. അപ്പോൾ അവിടെ ആരോ ഒരാൾ ഒരു തടസ്സവാദമുന്നയിച്ചു. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം യൂദാസിനെ തനിക്കും അറിയാവുന്നതാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് അനുഭാവമുള്ള ഒരാളായിരുന്നു യൂദാസ്. എന്നാൽ ഇന്ന് യേശുവിന്റെ എസ്സീനി സംഘത്തിലെ പ്രമുഖനായ ഒരു നേതാവാണ് അയാൾ. അയാളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും കണ്ടിട്ടാകണം യേശു അയാളെ തന്റെ സംഘത്തിന്റെ പണസഞ്ചി സൂക്ഷിപ്പുകാരനായി നിയമിച്ചിരിക്കുന്നത്. ഗൂഢാലോചന സംഘത്തിൽ അല്പനേരം ഒരു നിശബ്ദത ഉണ്ടായി. കയ്യാഫ മൗനം ഭേദിച്ചു. എന്താണ് പറഞ്ഞത്? അവൻ യേശുവിന്റെ പണസഞ്ചി സൂക്ഷിപ്പുകാരനാണെന്നോ? കയ്യഫായുടെ ബുദ്ധിയിൽ എന്തോ ഒന്നുമിന്നി. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. അവനെ രഹസ്യമായി വിളിപ്പിക്കുക. കയ്യാഫ ഉത്തരവിട്ടു. Thank you for watching. Stay tuned for the next episode. Goodbye.